ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൂട്ടുപുഴ മാക്കൂട്ടം പെരുമ്പാടി ചുരത്തിലാണ്. ഇവിടുത്തെ റോഡിൻ്റെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ട്രൂ മീഡിയ കേരളയിലൂടെ. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി ഇതിലെ പോകുന്ന യാത്രികർ, അതോടൊപ്പം തന്നെ ഡ്രൈവർമാർ, അതോടൊപ്പം തന്നെ ഇതിലെ കടന്നു പോകുന്നവരൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയമാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 5 വർഷത്തോളം ഈ റൂട്ടിലോട്ട് പോകുന്നു. 5 വർഷത്തിൽ ഒരിക്കലും കുറച്ചൊരു ഇതുണ്ടല്ലോ അല്ലേ. ഇടയ്ക്കിടയ്ക്ക് പാച്ച് വർക്ക് ചെയ്യുന്നതാണ് മെയിൻ പ്രശ്നം. ചെറിയ പാച്ച് വർക്കിങ്ങാണ് പ്രശ്നം. ഇപ്പം മൊത്തം ചിരണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഏകദേശം ഒരു കൊല്ലം ഇങ്ങനെ കിടക്കുന്നത്. മഴ വരുമ്പോൾ വീഗാലാൻഡിൽ പോയ പോലെ അങ്ങനെ ഊരി പോക്ക വണ്ടി. മെയിൻ്റെനൻസിന് വേണ്ടി ഇവിടെ കുറച്ച് സാധനങ്ങളെ കൊണ്ട് ഇറക്കിയിട്ട് മേലെ ഇറക്കിയിട്ട്, പക്ഷേ ഇതുവരെ പണി നടക്കുന്നില്ല. അതിന്റെ മെയിൻ പ്രശ്നം. ഒരു വർഷം ഇതെല്ലാം ഇറക്കിയിട്ട് തുടങ്ങി, മഴക്കാലത്തിന് മുമ്പേ തുടങ്ങിയതല്ലേ. മഴ അടുത്ത മഴ അപ്പൊ യാത്ര ദുരിതം തന്നെ. എത്ര വാഹനം ഇങ്ങനെ എത്ര മണിക്കൂർ ഓടണം? സാധാരണ 2 മണിക്കൂർ ഇരട്ടി ഓടുന്ന മാത്രമല്ല ഇപ്പൊ മെയിൻ്റെനൻസ് വണ്ടി നമ്മളെന്തെങ്കിലും ഒന്ന് കിട്ടേണ്ടിട്ടായിരിക്കും നമ്മൾ സാധനം എടുത്തിട്ട് വരുന്നത്. നമ്മൾ നാട്ടിലെത്തിയിട്ട് ലോഡ് ഇറക്കുമ്പോഴേക്ക് തന്നെ വണ്ടിക്ക് കംപ്ലൈൻ്റ് ആയി. പിന്നെ അത് കംപ്ലൈൻറ്റ് മാറ്റി തിരിച്ച് വന്ന് പിന്നെ ഒരു ലോഡ് ഇതിൻ്റെ മെയിൻ്റെനൻസ് ഭയങ്കര കൂടുതലാണ്. இது ரோடு சரியில்லை. ഈ റോഡ് 2 മണി വെക്കും 10 കിലോമീറ്റർ പോയതൊക്കെ 2 മണിക്കൂർ എടുക്കും. 2 മണി വെക്കും ഈ റോഡ് പോയത്. ഇത് റോഡ് നല്ലതേ ഇല്ല. വെച്ചുകമ്മി 2 ഇയറായി. 2 വർഷമായി. ദുരിതയാത്ര. ഇതേ യാത്ര കഷ്ടപ്പാടാണ്. എവിടെ വരുന്നത്? ഇത് ഞാൻ ഉൺസൂരിന്റെ പയ്യന്നൂർ. എന്താ ലോഡ് കൊണ്ടുവന്ന്? ബനാന. റോഡ് കുറെ കാലമായി ഇങ്ങനെ കിടക്കുന്നു. 1 കൊല്ലത്തിനടുത്തായി. 2-3 പ്രാവശ്യം പണി തുടങ്ങിയത്. മഴ കാരണമാണ് ഒരു പണി ലേറ്റായത്. മഴ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഏപ്രിലിൽ മഴ പിടിച്ചില്ലേ, അതുകൊണ്ടാണ്. പണി നടക്കുന്നുണ്ട്. പണി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. സ്പീഡ് താഴെയും മേലെയും 2 കോണ്ടാക്റ്റാന്ന് തോന്നുന്നു. താഴെയും മേലെയും 2 കോണ്ടാക്റ്റാണ്. താഴെ പണി നടക്കുന്നുണ്ട്. ഇന്നലെ തൊട്ട് പണി നടക്കുന്നുണ്ട്. മേലെ ഇത്രയും നാളുള്ള യാത്ര വളരെ കഷ്ടമാണ്. ഇത്രയും പെട്ടെന്ന് ശരിയാകട്ടെ. നമുക്ക് എല്ലാവർക്കും യാത്ര സുഖകരമാകട്ടെ. എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ എത്രയും പെട്ടെന്ന് ശരിയാക്കുക. ഇതാണ് ഇവർക്കും പറയാനുള്ളത്. ഒരുപാട് യാത്രികർ ദിനംപ്രതി കടന്നു പോകുന്ന അന്തർ സംസ്ഥാന പാതയുടെ ദയനീയ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് അധ്യാപകനും രാഷ്ട്രീയ സാമൂഹിക രംഗത്തും അതോടൊപ്പം തന്നെ ഒരു ആയിട്ടുള്ള സുരേഷ് സാറാണ്. സാർ, ഇപ്പോൾ യാദൃശികമായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുമുട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെ കടന്നു പോകുമ്പോൾ ഈ റോഡിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ് ഇന്നിപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥയുള്ളത്. വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ തീരെ പറ്റുന്നില്ല.
പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ യോജിപ്പിക്കുകയാണ് ഈ റോഡ്, ബന്ധിപ്പിക്കുന്ന റോഡാണ്. പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ ബാംഗ്ലൂരും മൈസൂരിലേക്കെല്ലാം പോകുന്ന വാഹനങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ ഇല്ല. പല സ്ഥലങ്ങളിൽ റോഡില്ല. ഇവിടെ പ്രദേശവാസികളൊക്കെ പറയുന്നത് ഒരു വർഷമായിട്ട് ഇതിൻ്റെ പ്രവൃത്തി ചില സ്ഥലങ്ങളിലൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതിനൊന്നും യാതൊരു നിയന്ത്രണവും ഇതിൻ്റെ സത്വരമായ നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിപ്പം യഥാർത്ഥത്തിൽ ഇത് രാത്രി സമയത്തൊക്കെ ഫോറസ്റ്റിലേക്കൂടെയൊക്കെയാണ് ഇത് 10 കിലോമീറ്ററോളം സഞ്ചരിക്കുന്നത് ഈ റോഡ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ എത്തിപ്പെടാനും അവരെ ആശുപത്രിയിൽ എത്തിക്കാനൊന്നും സാധിക്കാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു റോഡാണ് നമ്മുടെ കൂട്ടുപുഴയിൽ നിന്ന് പെരുമ്പാടി, മൈസൂർ, അതുപോലെ തന്നെ വീരാജ്പേട്ട, ഗോണിക്കുപ്പ മേഖലയിലേക്ക് പോകുന്ന എത്രയോ മലയാളികൾ ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ പച്ചക്കറി സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ, പലവ്യഞ്ജന സാധനങ്ങളൊക്കെ ഇതുവഴിയാണ്, ഈ റോഡ് വഴിയാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ റോഡിനെ അവഗണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡുകളൊക്കെ നന്നാക്കുക എന്നുള്ളതായിരിക്കണമല്ലോ ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രധാനപ്പെട്ട അജണ്ടയായി മാറേണ്ടത്. പക്ഷേ ഇവിടെ ഇതൊന്നും കാണുന്നില്ല. വർഷങ്ങളിപ്പോൾ ഈ കാലവർഷം കഴിഞ്ഞു, എന്നിട്ടും ഇവിടെ പ്രവൃത്തികളൊന്നും തുടങ്ങിയിട്ടില്ല. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ റോഡ് സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. അത്യാവശ്യം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. അത് തന്നെ ഇപ്പം ഇഴഞ്ഞു നീങ്ങുകയാണ്, ഒരു വർഷമായിട്ട് ഇഴഞ്ഞു നീങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഈ റോഡിലെ കുഴികളൊക്കെ കാണാൻ പറ്റും. ഒരുപാട് കുഴികളാണ് റോഡുകളിൽ. ഇപ്പം ഞാനിങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ ഒരു വലിയ ലോറി റോഡിൽ മറിഞ്ഞു കിടക്കുകയാണ്. ഇനിയിപ്പോൾ ആ ലോറിയെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ തന്നെ മണിക്കൂറുകളെടുക്കും. അപ്പോൾ ഇന്ന് രാത്രി ഇതുവഴി കടന്നു വരുന്ന വാഹനങ്ങൾ മാത്രമല്ല, ബസ് സർവീസുകൾ, ഇപ്പം പല മേഖലകളിലേക്ക് പോകുന്ന ആളുകൾ സഞ്ചരിക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ, അതുപോലെ തന്നെ വലിയ ബസ്സുകളൊക്കെ ഉണ്ട്. ആ ബസ്സുകൾക്കൊന്നും ഇന്ന് രാത്രി കടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമീപനം അവസാനിപ്പിച്ച് ഈ റോഡിൻ്റെ പൊതുവായ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അധികാരികൾ പ്രവർത്തിക്കേണ്ട ആ സമയം അതിക്രമിച്ചിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ഈ റോഡിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഓക്കെ സാറേ, അധികൃതർ ഇത് ശ്രദ്ധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ വാർത്തകൾ ഞാൻ തന്നെ ഒരുപാട് റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. ട്രൂ മീഡിയ കേരളയിൽ ഇതാദ്യമായിട്ടാണ് ഞാനിത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ദുരിതങ്ങൾ കൂടി നമുക്കൊന്ന് ദൃശ്യങ്ങളിലൂടെ കാണാം. ഒരു അന്തർ സംസ്ഥാന പാതയുടെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ട്രൂ മീഡിയ കേരള ഇന്നിപ്പോൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഇതിലെ പോകുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ട്, ഡ്രൈവർമാരുടെ ബുദ്ധിമുട്ട്, അതോടൊപ്പം തന്നെ ഇതിലെ യാത്ര ചെയ്യുന്ന മറ്റുള്ളവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇന്ന് ഈ ട്രൂ മീഡിയ കേരളയിലൂടെ നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇത് ഒരു റോഡ് നന്നാക്കേണ്ടത് മഴയ്ക്ക് മുന്നെയാണ്. മഴ വരുമ്പോൾ എന്തായാലും റോഡുകളൊക്കെ ഭാഗികമായിട്ട് തകരുകയൊക്കെ ചെയ്യും. മഴയ്ക്ക് മുമ്പെയാണ് റോഡുകളൊക്കെ നന്നാക്കേണ്ടത്. ഈ കാലവർഷത്തിലും
നമ്മുടെ ഈ അന്തർ സംസ്ഥാന പാതയുടെ അവസ്ഥ ഇതാണ്. ഏകദേശം ഒരു 2 വർഷക്കാലമായിട്ട് തന്നെ ഇത് തന്നെയാണ് അവസ്ഥ. ബാംഗ്ലൂർ, അതോടെ തന്നെ മൈസൂർ, വീരാജിപ്പേട്ട എന്നിങ്ങനെ 100 കണക്കിന് യാത്രികർ ദിനം പ്രതി സഞ്ചരിക്കുന്ന റോഡിൻ്റെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ഒക്കെ കടന്നു പോകുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന്, ഇപ്പോൾ മഴ മാറിയിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ശോചനീയാവസ്ഥ അതിവേഗം പരിഹരിക്കണമെന്നാണ് ഇതിലെ കടന്നു പോകുന്നവരുടെയൊക്കെ അഭിപ്രായം. ട്രൂ മീഡിയയിൽ നിന്നും ക്യാമറമാൻ ഡോളമി മുണ്ടാരിനോടൊപ്പം ശ്രീവേഷ്കർ.